വേഴ്സസ് KKR. ഈ മാച്ചിന്റെ റിവ്യൂവും ഡിസ്കഷനും ഒരു ചെറിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനാണ് ഒരു ഡിസ്കഷൻ പോലെ. കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ഡിസ്കഷൻ പോലെയാണ് ചെയ്തത്. എല്ലാവരും പറഞ്ഞാൽ അതാണ് ടീമിന് ബെറ്റർ, അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാം. കുറെ പേര് കുറെ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം നന്ദി. ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മളിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും. നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് പിച്ചിന്റെ റിപ്പോർട്ട്, പിച്ച് റിപ്പോർട്ടും അവിടുത്തെ ആവറേജ് സ്കോറും അതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന പ്ലേയേഴ്സിനെയും പറ്റിയിട്ട് പറയാറാണ് പതിവ്. അതുപോലെ തന്നെ പതിവ് തെറ്റിക്കുന്നില്ല, അതുപോലെ തന്നെ പോവാം. ഇപ്പൊ ഇവിടെ ഇത് DY പട്ടേൽ സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയത്തിലെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ പറഞ്ഞാൽ 170. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യമാണ്. ഇവിടെ LST കളിച്ച കളികൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. അവർ 2 കളിയാണ് കളിച്ചത്, 2ഉം ജയിച്ചിട്ടുണ്ട്. 2ലും 2 പേര് നന്നായി കളിച്ചിട്ടുണ്ട്. 2ന്റെ കളിയാണിത്. 2ലും 2 പേര് നന്നായി കളിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആവേശ് ഖാന്റെ പെർഫോമൻസും ഡീകോക്കുമാണ് ഞാനിവിടെ 2 പേര് പറഞ്ഞത്. ആവേശ് ഖാൻ 3 ഓവറിൽ 3 വിക്കറ്റും 19 റൺസും എടുത്തിട്ടുണ്ട്. അടുത്ത കളിയിൽ 4 ഓവറിൽ 24 റണ്ണും 4 വിക്കറ്റും. ഇപ്പൊ ഇതൊരു നല്ല പെർഫോമൻസ് ആയി തോന്നുന്നു. ഡീകോക്കിന്റെ പെർഫോമൻസ് ആയാലും അതുപോലെ തന്നെ 50 റണ്ണും 80 റണ്ണും ഇത് നല്ല കോൺട്രിബ്യൂഷൻ ആണ്. അതിൽ ഓപ്പണിങ്ങിൽ തന്നെ ഒരാൾ ഇങ്ങനെ അടിക്കാനുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇവരുടെ ഈ ആവേശ് ഖാന്റെ പെർഫോമൻസ് ഈ മാച്ചിൽ വീണ്ടും കാണാൻ പറ്റൂ. ഈ 2 മാച്ചിലും കണ്ടു, ഈ മാച്ചിലും അത് കാണാൻ പറ്റൂ. നമുക്ക് എല്ലാ കളികളിലും ഒരേ പെർഫോമൻസ് ആയിരിക്കണമെന്നില്ല. അപ്പൊ പിച്ച് ഇപ്പൊ ഈ അന്നത്തെ പിച്ച് ആവേശ് ഖാന് സ്യൂട്ടബിൾ ആയിരുന്നു. അപ്പൊ ഓരോ ദിവസം കഴിയും തോറും പിച്ചിന്റെ സ്ലോനെസ് കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോ IPL പ്ലേ ഓഫിന്റെ സമയത്തും ഇതൊരു ബാധകമായി മാറാം. അപ്പൊ ഈ മാച്ചിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടനെ അറിയാം. ഈ ഡീകോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഡീകോക്ക് നമുക്കറിയാം, മുംബൈ കളിക്കുമ്പോ നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു, നല്ല ഒരു സ്കോർ അടിക്കും. തീർച്ചയായും ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് അദ്ദേഹം. നല്ലൊരു സ്കോർ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഡീകോക്ക് നന്നായി കളിച്ചാൽ ലക്നൌവിന് നല്ലൊരു നല്ല സ്കോർ കൊണ്ടുവരാൻ പറ്റും. ഉമേഷിനെ പവർ പ്ലേയിൽ തന്നെ ഡീകോക്കിനെ ഔട്ടാക്കാൻ പറ്റിയാൽ അത് ഒരു വലിയ ഇമ്പാക്ട് ആവില്ലേ? തീർച്ചയായും. പക്ഷെ ഉമേഷിനെക്കാട്ടിലും എന്തുകൊണ്ടും കൂടുതൽ കൂടുതൽ ഇൻസ്വിങ്ങിനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡർക്കാണെങ്കിൽ ഇൻസ്വിങ് ഉള്ളിലേക്ക്, സ്റ്റെമ്പിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പൊ ടീം സൗദി ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഒരു. പക്ഷേ ഡീകോക്ക് നല്ല ഡ്രൈവ് കളിക്കുന്ന ഒരാളാണ്. പിച്ചപ്പ്, അതായത് പിച്ചപ്പ് ഡെലിവറി വിത്ത് ഔട്ട് സ്വിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഔട്ട് സ്വിങ് ആവുമ്പോൾ അത് എഡ്ജ് വന്ന് സ്ലിപ്പിലേക്കോ സെക്കൻഡ് സ്ലിപ്പിലേക്കോ പോകാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് സ്വിംഗ് ബോളിലേക്ക് പോകാണ്ട് കൂടുതൽ സ്പിന്ന്, ഡീകോക്ക് സ്പിന്നിൽ കുറച്ച് വീക്കാണ്. അപ്പൊ സ്പിന്ന് ട്രൈ ടീമാണല്ലോ. അപ്പൊ കൂടുതൽ റിസ്കിലേക്ക് എടുക്കാതെ തന്നെ പവർ പ്ലേയിൽ തന്നെ നാരായണനെ കൊണ്ടുവരിക. ഡീകോക്ക് അത്രയും നല്ലൊരു പ്ലെയറാണ്. മുംബൈയിൽ നിന്ന് വന്നതല്ലേ, തീർച്ചയായും അറിയാൻ. മുംബൈ മഹാത്മ്യം വളമുണ്ട. അതെ, അതൊക്കെ ശരിയാണ്. RCB കളിക്കുമ്പോ അത്ര വലിയ ഫോം ഒന്നുമില്ല. വീഡിയോ എല്ലാം ഇവിടെ ശ്രമിക്കുന്നത് നമ്മള് ബാക്ക് ടു പോയിന്റ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം നമ്മള് നോക്കുകയാണെങ്കിൽ ടീം സൗദിയുടെ പെർഫോമൻസും ഇവിടെ ഒരു കളി ഇംപ്രസീവ് ആയി തോന്നി. 4 വിക്കറ്റ് ഒക്കെ എടുക്കുകയായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്? 4 വിക്കറ്റ് 3 കളിയിൽ നിന്ന് അതില് ഒരു കളി ഇറങ്ങിയിട്ടുമില്ല. പിന്നെ ഇവിടെ CEO, KKRന്റെ CEO പറയുന്നത് ഒരു തലമുറിയനായ ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം KKRന്റെ സ്ക്വാഡിന്റെ ഇടയിൽ ഇടപെടുകയും ഓരോ പ്ലേയേഴ്സിനെ പ്ലേയിലേക്ക് ആഡ് ചെയ്യരുത് എന്ന അഭിപ്രായം പറയുകയും ചെയ്തുകൊണ്ട് ദാറ്റ്സ് നോട്ട് എ കറക്റ്റ് തിങ് എന്ന് പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു ടീം, ഒരു പ്ലേയിങ് 11 ബിൽഡ് ചെയ്യുക എന്നത് അതൊരു ഹെഡ് കോച്ചിങ് ഡിപ്പാർട്ട്മെന്റ്, കോച്ചിങ് സ്റ്റാഫിന്റെയും ക്യാപ്റ്റന്റെയും അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് ഒരു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ മക്കളെ കോച്ചിങ് നിർത്തുന്നു എന്നത് പറയുന്നുണ്ട്. മാത്രമല്ല ശ്രേയസ് അയ്യർ ട്വിറ്ററിലൂടെ ട്വീറ്റ് പോസ്റ്റ് ചെയ്യും. പിന്നെ അത് തിരിച്ചു മാറ്റി പറയുകയും ചെയ്തു. ബെഞ്ചിലിരിക്കുന്നവരെ കാണാനാണ് അവർക്ക് സ്ട്രെങ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞു. നമുക്ക് അറിയുന്നില്ല. അതെ, എന്തായാലും അവർക്ക് ഇപ്പോഴും മാത്തമാറ്റിക്കലി ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ബെഞ്ച് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാതെ ഉള്ള ബെസ്റ്റ് പ്ലെയർ. കാരണം പാക്ക് കമ്മിൻസ് ഇപ്പൊ പോയി ഇഞ്ചുറി മൂലം
അപ്പൊ അതൊക്കെ ഒരു വലിയ ബാധകമാണ് ഒരു ടീമിനെ പ്രത്യേകിച്ച്. 12 കോടിയൊക്കെ ഇപ്പൊ പോയി. അതെ അതെ. വെള്ളത്തിലെ അതെ. അങ്ങനെ പറയാം. പക്ഷെ ടീം സൗദി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ന്യൂസിലൻഡ് പ്ലേയേഴ്സ് എവർ ഹാഡ്. നല്ല സ്വിംഗ് ബോളറാണ്, ഡെപ്തിൽ യൂസ് ചെയ്യാം, സ്ലോവർ ബോൾ എല്ലാം. ഈ കഴിഞ്ഞ കളിയിലും സൗദി കുറച്ച് എക്സ്പ്രസീവായിട്ട് എനിക്ക് തോന്നുന്നു. എക്കണോമിക്കലാണ് സൗദി കൂടുതൽ. അതുപോലെ തന്നെ നമുക്ക് ഇനി KKRന്റെ ഓപ്പണിംഗിലേക്ക് വന്ന അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി തോന്നുന്നുണ്ട്. തീർച്ചയായും. കാരണം 6 പേയേഴ്സ് ആണ് ഇക്കൊല്ലത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിഞ്ച്, വെങ്കടേഷ് അയ്യർ, അജിങ്ക്യ രഹാനെ, ബാബ ഇന്ദ്രജിത്ത്, എത്ര പേരെ യൂസ് ചെയ്ത് നോക്കും. അപ്പൊ ഓരോ തവണ മാറ്റുമ്പോഴും അവർക്ക് കളിക്കാനുള്ള സ്പേസ് കുറയുകയാണ്. കാരണം ഇപ്പൊ ഒരു വട്ടം ഫിഞ്ചും അയ്യറും കളിച്ചു കഴിഞ്ഞാൽ അടുത്ത വട്ടം ഇന്ദ്രജിത്തും റഹാനെയുമാണ്. അപ്പൊ ഒരു പെയറിനെ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് കുറച്ച് കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യുകയും അവർക്ക് നേരെ കളിക്കാനുള്ള സമയം കൊടുക്കും. പക്ഷെ ഇത് ചെയ്യുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ റഹാനെ, അയ്യറിനെ കൊണ്ടുവരിക. രഹാനെയൊക്കെ കളിക്കാൻ പറ്റി കേപ്പബിൾ ആയ ഒരു പ്ലെയറാണ് നമ്മളത് മുൻകാലത്ത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ റഹാനെ, അയ്യറിനെ കൊണ്ടുവരിക. ഫിഞ്ചിനെ ഇറക്കാൻ പറ്റാത്തത് കാരണം 4 ഓവർസീസ്. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പണർ വെക്കുമ്പോൾ വെറുതെ എന്തിനാണ് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് എന്താ പറയാ പരീക്ഷിക്കുന്നത്? അവരിപ്പോ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയറിനെ കൊണ്ടുവന്ന് ഓപ്പണിംഗ് നിർത്തുന്നത് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറിനെ ഓപ്പണിംഗ് നിർത്തുന്നതല്ല. അതൊരു ഇതാണ്. അങ്ങനെ ഈ കഴിഞ്ഞ തവണ KKR രണ്ട് ഹാഫ് ആയിട്ടാണല്ലോ കഴിഞ്ഞ IPL നമ്മൾ നടന്ന് കണ്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഹാഫിലെ KKR എന്ന് പറഞ്ഞാൽ കളി കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചതാണ് KKR ഇനി പ്ലേ ഓഫ് ഇല്ല, ഫൈനൽ ഒന്നും കാണില്ല, ഒരു ഉളട്ടിയും. ബട്ട് അതിൽ സെക്കൻഡ് ഹാഫിൽ ഒരു മിന്നൽ പ്രളയം എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഒരു മിന്നൽ പോലെ അവർ ഫൈനലിലേക്ക് എത്തുകയാണ് ചെയ്തത്. ആ ഒരു ഇതിൽ നല്ലൊരു പങ്കുള്ള ഒരാളാണ് വരുൺ ചക്രവർത്തി. പക്ഷെ ആ വരുൺ ചക്രവർത്തി ഈ സീസണിൽ അത്ര കണ്ട് പെർഫോമിങ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു പെർഫോമൻസ് അവിടെ ബാധിച്ചതും അത് ഇവിടെയും ബാധിക്കുന്നില്ല. ആ ഒരു ബാധകം അവിടെ നന്നായി കളിച്ചപ്പോഴല്ലേ ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെ കളിക്കാത്തപ്പോ അത് അവർക്ക് നല്ലൊരു ഇതായി മാറി. പറയുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി ആദ്യമായിട്ട് IPL വരുന്നത് 2019 ക്വീൻസ്ലാൻഡ് പഞ്ചാബിലാണ്. ആ ഇതിലെ ഫസ്റ്റ് കളി IPL കളിച്ചത് KKRനെതിരെയാണ്. ഫസ്റ്റ് ഓവർ തന്നെ നരയായിരുന്നു ബാറ്റിംഗ്, നരയും ഗെയിമിനായിരുന്നു. ഫസ്റ്റ് ഓവർ തന്നെ 25 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. അപ്പൊ അതേ KKRക്ക് തിരിച്ചു വരിക എന്നത് ചിലരെ കാര്യമില്ല. അപ്പൊ അത്രയും നല്ലൊരു പ്ലെയർ ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ 2020 21 ചക്രവർത്തിയുടെ 2022 പർപ്പിൾ ക്യാപ്പിൽ വരെ എത്തിയതാണ് 2021 വരുൺ ചക്രവർത്തി. അപ്പോ നിങ്ങൾക്ക് അറിയാം എത്ര നല്ല ബോളറാണ്. പിന്നെ ഹി ഹാസ് ഫിറ്റ്നസ് ഇഷ്യൂസ്, ഹി ഹാസ് ആക്സിഡന്റ്. കുറെ തവണ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാൻ ഫിറ്റ്നസ് എന്നൊരു ഇതാണ്. മാത്രമല്ല ഒരു ആക്സിഡന്റിന് ശേഷം ആദ്യം വരുൺ ചക്രവർത്തി ഒരു സീം ബോളറായിരുന്നു. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ചെന്നൈ തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചാണ്. ഒരു സീം ബോളർ. അപ്പൊ ആക്സിഡന്റിന് ശേഷം ഒരു സ്പിന്നർ ആയത്. സ്പിന്നർ മാത്രമല്ല ഒരു എന്താ പറയുക ഒരു ലെഗ് ബ്രേക്ക്, ഒരു വെറൈറ്റി ടൈപ്പ് ബോളർ, സുനിൽ നരേനെ പോലെയുള്ള അത്രയും നല്ലൊരു സ്പിൻ ബോളർ ടീമിൽ ഉണ്ടാകുമ്പോൾ വേറൊരു സ്പിൻ ഓപ്ഷന് വേണ്ടി നമുക്ക് തേടി പോകേണ്ട കാര്യമില്ല. മാത്രമല്ല ഒരു സീസൺ ഇപ്പൊ നന്നല്ലാണ്ട് കളിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോ എത്ര അത് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ കോഹ്ലി കണ്ടില്ലേ? കോഹ്ലി 2016 കോഹ്ലിയല്ല ഇതുവരെയുള്ള കോഹ്ലി. കോഹ്ലിയുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നതാണ് ഒരു വിഷമത്തോടെ ആണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. സംസാരിക്കാണ്ട് വേറെ വഴിയില്ല. ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. ഇപ്പോ നമ്മളിപ്പോ ഒരു KKR ഒരു ബിൽഡിംഗ് പോലെ സങ്കല്പിക്കുകയാണെങ്കിൽ എല്ലാ ബിൽഡിങ്ങും ഒരു തൂണിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. KKRന്റെ ഒരു തൂണെന്ന് പറയുന്നത് റസലൻ. ആ റസലിനെ കുറിച്ച്, ആ റസലിന്റെ പെർഫോമൻസ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ്? ആ പെർഫോമൻസുകളൊക്കെ ബേസ് ചെയ്തിട്ട് എല്ലാ കളിയും റസൽ രക്ഷകൻ ആവുന്നുണ്ട്. ഇപ്പോ റസൽ പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരുന്നുണ്ട്. റസൽ ബാറ്റിംഗിനാണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് കൂടിയാണ്. അദ്ദേഹത്തിന് നന്നായി അടിച്ച് നല്ലൊരു സ്കോർ എത്തിക്കും. നമ്മളിപ്പോ എന്താണ് ഞാനൊക്കെ കളി കാണുമ്പോ KKRന്റെ കളി കാണുമ്പോ നമ്മൾ ആരൊക്കെ ഔട്ടായാലും റസൽ ഉണ്ട്, ജയിച്ചിട്ടില്ല, ഉറപ്പായിട്ടില്ല, ആ ഒരു ഇതുണ്ട്. കാരണം അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യുന്ന പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, റസലിന് ഇപ്പൊ എങ്ങനെ ലെങ്ത് ബോൾ ചെയ്യുന്ന എല്ലാ ബോളേഴ്സും പഠിച്ചിരിക്കും. കാരണം ഇഫ് എ ഷോർട്ട് പിച്ച് ഡെലിവറി ആണെങ്കിൽ ഷോൾഡറിന്റെ എബോവാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഹി ഹാസ് ടു ഗോ അറ്റ് ഇറ്റ്. അത് കാരണം അടിച്ചു കഴിഞ്ഞതും അത് അപ്പ് ഇൻ ദ എയർ ആണ്. അതെന്തായാലും പോയി ഔട്ടാണ്. അപ്പോ നോക്കി ശ്രദ്ധിച്ച് കളിക്കണം, അത്രമാത്രം പറയണം.
അദ്ദേഹത്തിന്റെ മസിൽ പവേഴ്സും നമുക്കൊക്കെ അറിയാം. 2012 ആദ്യമായിട്ട് കേരളത്തിൽ. കേരളത്തില് അപ്പൊ തുടങ്ങിയുള്ള ഒരു കളി തന്നെയാണ് ഇപ്പോഴും. ആ ഡെത്ത് ഓവറിലും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഇടയായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതെ. അല്ലെ, നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അടി വാങ്ങുന്നുണ്ട്, സ്വാഭാവികമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അത് KK നന്നായിട്ട് ഒരു നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരുന്നുണ്ട്. റസൽ ഡെത്ത് ഓവറിലാണെങ്കിൽ നല്ല വിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് റസലിന് എല്ലാ കഴിവുമുണ്ട്. അതെ, ഒരു തികച്ച ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. ഒരു ടീമിന് ഒരു ഓൾറൗണ്ടറിൽ നിന്ന് വേണ്ടത് ഇതാണ്, വെർത്ത് മണി. അതാണ് എനിക്ക് റസലിനെ കുറിച്ച് പറയാനുള്ളത്. മാത്രമല്ല റസൽ ഇപ്പൊ ഡോക്ടർ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഒരു ഓവറില് അതെ 5 വിക്കറ്റും 4 റൺസും വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എത്രയോ വലിയൊരു എക്കണോമിക്കൽ ബോളിംഗ്. മാത്രമല്ല 40 എബോവ് റൺസ് 2 മാച്ചിൽ 3 മാച്ച് കളിച്ചു. അതിൽ 2 മാച്ചിൽ 40 എബോവ് റൺസ് എടുത്തു. ടോട്ടൽ 8 വിക്കറ്റ്സ് എടുത്തിരിക്കുന്നു. അപ്പോ എന്താ പറയാ, അത്രയും നല്ലൊരു ക്ലിനിക്കൽ ബോളറും ബാറ്റ്സ്മാനും, പ്യുവർ ഓൾറൗണ്ടർ. SD പറഞ്ഞ പോലെ ഒരു പ്യുവർ ഓൾറൗണ്ടർ. ഇതിനും കൂടുതൽ ഒരു ടീം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ടീമിന്റെ ബാക്കി പ്ലേയേഴ്സും അതിനൊത്ത് പെർഫോം ചെയ്താലേ അത് നടക്കുള്ളൂ. KK നോക്കണെങ്കിൽ ഇൻഡിവിജ്വലായി പെർഫോം ചെയ്യുന്ന കുറെ സ്റ്റാർസ് ഉണ്ട് ഇപ്പൊ തന്നെ. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കഴിഞ്ഞ വർഷം വരെയൊക്കെ നമ്മൾ ചെണ്ട നമ്മുടെ നാട്ടിലൊക്കെ അടി വാങ്ങുന്നവരെ ചെണ്ട എന്നാ വിളിക്കുക, അല്ലെ? അത് ചെണ്ടയാണ്. അത് ആ ചെണ്ട പറഞ്ഞ ഉമേഷ് യാദവിന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ ആ പവർ പ്ലേയിൽ ക്യാപ്റ്റനൊക്കെ നൽകുന്ന, അദ്ദേഹം ഉണ്ടെന്ന ഒരു എനർജി ക്യാപ്റ്റൻ നൽകുന്ന ഒരു ഇത് വേറെ തന്നെയല്ലേ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ചെണ്ടയിൽ നിന്നൊരു പവർ പാക്ക് ബൗളറായി മാറിയ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 2016 RCB ഉമേഷ് എത്തുന്നത്. ഒരു ഓവർ 50 റൺസ് കൊടുത്തിട്ടുണ്ട്. ആ റെക്കോർഡ് നിങ്ങൾക്ക് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. RCB കുറെ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു അൺബ്രേക്കബിൾ റെക്കോർഡ്സ് ആണ്. നമ്മളിവിടെ ചോദിക്കുന്നതിന് മറുപടി പറയാം. അല്ലെ, MI വിചാരിച്ചാൽ പിന്നെ നമുക്ക് പറയാൻ അനുവദിക്കും. വേറെ. ഓക്കെ, അപ്പൊ ചെണ്ട പോലെ ഇരുന്ന ഉമേഷ് ഇപ്പൊ ഇരട്ടാളം പോലെ അത്രയും നല്ലൊരു ക്ലിനിക്കൽ ബോളറായി മാറിയിരിക്കുന്നു ഉമേഷ്. കാരണം പവർ പ്ലേയില് ഇപ്പൊ തന്നെ 9 വട്ടമാണ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. അത് 10 കളിയിൽ 9 വട്ടവും ഓപ്പണേഴ്സിനാണ് ഔട്ട് ആക്കിയിരിക്കുന്നത്. ബാക്കിയും പിന്നെയും വിക്കറ്റ്സ് ഉണ്ട് പവർ പ്ലേയില്. പിന്നെ എന്തുകൊണ്ട് 2 മാച്ചിനെ മാറ്റി നിർത്തി എന്ന് ചോദിച്ചാൽ അത് വലിയ ഒരു തെറ്റായിട്ട് തന്നെ കാണുന്നത്. കാരണം ശിവം മാവി പോലുള്ള ഒരു യങ്സ്റ്റർ, ഇൻഎക്സ്പീരിയൻസ് യങ്സ്റ്റർ, അങ്ങനെ തന്നെ പറയാം. ഞങ്ങൾ പറയുന്ന യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കരുത് എന്നല്ല, പ്ലേ ഓഫ് അത്യാവശ്യം ഉറപ്പിച്ചാൽ യങ്സ്റ്റേഴ്സിന് ബെഞ്ചിലിരിക്കുന്നവർക്ക് ചാൻസ് കൊടുക്കണം. അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇവർ പ്ലേ ഓഫിൽ എത്തുമോ എന്നത് അവർക്ക് കൂടെ ഒരു തലയിരിക്കുമ്പോ വാരാടാൻ പാടില്ലല്ലോ. അതെ, തലയെ തന്നെ ആടിപ്പിക്കും. അതെ, ശരിയായ ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതന്നെ ഭയങ്കര ചെണ്ട പോലെ ഇരുന്ന ആളാണ്. ധോണിയൊക്കെ ഓരോവറില് 30 റൺ വരെ അടിച്ചിട്ടുണ്ട്. RCBയിൽ അത്രയും ഒരു മോശം പ്രകടനം കാഴ്ചവെച്ച ഒരാൾ KKR ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അതിനെ തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സ്വിങ്ങും അത്യാവശ്യം വരുത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു കംബാക്ക് ആണ് സൂചിക്കുന്നത്. ഇംഗ്ലണ്ടുമായിട്ടുള്ള പര്യടനത്തിൽ ഇംഗ്ലണ്ടിൽ പോയ പര്യടനത്തിൽ പറയാതെ വയ്യ. റൂട്ടിനൊക്കെ എന്ത് നമ്മളാ ബോളൊക്കെ ഇപ്പോഴും കണ്ട വായ വിളിച്ച് നോക്കും. ബോൾ ഓഫ് ദ സെഞ്ചുറി വേണമെങ്കിൽ പറയാം. അത് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ബോൾ ഓഫ് ദ സീരീസ് വേണമെങ്കിൽ വിശ്വസിക്കാം. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ നമുക്കിനി ഒരു പ്രോബബിൾ 11ലേക്ക് നോക്കിയാലോ. അപ്പോ KKRന്റെ പ്രോബിൾ ഞങ്ങൾ 3 പേരും കൂടെ ചർച്ച ചെയ്ത ഒരു 11ആണത്. ഇത് പോസിബിൾ ആണ്. അതെ, ഉറപ്പായിട്ടുള്ള 11 അല്ല. അപ്പൊ KKRന്റെ നോക്കാം. ശ്രേയസ് അയ്യർ നയിക്കുന്ന KKRൽ വെങ്കിടേഷ് അയ്യർ, രഹാനെ, റാണ, ശ്രേയസ് അയ്യർ, ബില്ലിങ്സ്, റിങ്കു, റസൽ, നരയൻ, യാദവ്, സൗദി ആൻഡ് മരുൺ ചക്രവർത്തി. പിന്നെ നമുക്ക് LSGയുടെ കാര്യം നോക്കാം. ഡീകോക്ക്, രാഹുൽ, ബഡോണി, ഹൂഡ, കൃണാൽ പാണ്ഡ്യ, സ്റ്റോയിനസ്, ഷമീര, മോസിൻ ഖാൻ, ആവേശ് ഖാൻ, രവി വിഷ്ണൻ. ഇതിന് നമ്മള് പറയാത്ത കുറച്ച് പേരുകളുണ്ട്, കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട് 2 ടീമിലും, അല്ലേ? വെങ്കിടേഷ് അയ്യർ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ കൊല്ലത്തെ വെങ്കിടേഷ് അയ്യർ സെക്കൻഡ് ഹാഫോടെയാണ് വന്നത്, അല്ലേ? ദുബായിൽ കളിക്കുമ്പോഴാണ് വെങ്കി വന്നത്. അപ്പോ വെങ്കിടേഷ് അയ്യറുടെ ഈ സീസണിലെ പെർഫോമൻസ് അത്ര കണ്ട് ബലപ്പെടുന്നില്ല, അത്ര കണ്ട് മെച്ചമല്ല.
അത് ടോപ്പ് ഓർഡറിനെ ബാധിക്കുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ടോപ്പ് ഓർഡറിനെയാണ് KKR ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓപ്ഷനിൽ ഒരു പാളിച്ചാണ്, പല ടീമിലും ഓപ്ഷനിലെ പാളിച്ച മൂലം ഇപ്പൊ പ്ലേ ഓഫിലെ സ്ഥാനം ലഭിച്ചു 9ലും 10ലും കിടക്കുന്ന ചില ടീമുകൾ, അതായത് ചെന്നൈ മുംബൈ ഓപ്ഷനിലെ ചിലപ്പോഴുള്ള, അതായത് ചെന്നൈ ഇപ്പൊ 14 കോടി ദീപക് ചാറിനോട് ഇഞ്ചുറി, അതേ പിന്നെ ഇഷാൻ കിഷന് 15 കോടി, അതൊരു ഓപ്പണിംഗ് ഫെയിലാണ്. അപ്പൊ അവർക്ക് അവര് വിശ്വസിച്ചെടുത്ത താരങ്ങൾ ഔട്ട് ഓഫ് ഫോം ആവുകയും ഇഞ്ചുറി മൂലം. ചഹാറിന്റെ കാര്യം ഔട്ട് ഓഫ് ഫോം അല്ല, ചഹർ ഉണ്ടെങ്കിൽ അതൊരു ഫസ്റ്റ് 6 ഓവേഴ്സിൽ ഒരു ഇമ്പാക്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് ചഹാർ. അതല്ല, ഇഞ്ചുറി മൂലം മാറിപ്പോവുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ടീമിന് വലിയൊരു ദോഷം. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കി ഇഞ്ചുറിയും ഇൻകൺസിസ്റ്റൻസിയില്ലായ്മ, ഔട്ട് ഓഫ് ഫോം ഓവർ അങ്ങനെയൊക്കെ പറയാം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ടീംസ്. അപ്പൊ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ബാക്കപ്പ് കണ്ടുപിടിക്കുക. ഇപ്പൊ കണ്ടില്ലേ സൂര്യകുമാർ റൂൾഡ് ഔട്ട് ആയത്, ഇപ്പൊ ബാക്കപ്പ് ഇല്ല മുംബൈക്ക്. അപ്പൊ അതൊക്കെ ഒരു വലിയ നഷ്ടമാണ്. നമ്മൾ LSGയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബഡോണിയൊക്കെ ആദ്യം നമ്മള് ഭയങ്കര ഇംപ്രസീവായി തോന്നി ഫസ്റ്റ് കുറച്ച് മാച്ചസിൽ. പക്ഷെ ഇപ്പൊ വരുന്നതോറും നിറം ഭംഗിയിട്ടാണ് മൂപ്പരുടെ പെർഫോമൻസ്. അപ്പൊ അതെങ്ങനെ അത് അവരുടെ മിഡിൽ ഓർഡറിനെ ബാധിക്കുന്നില്ലേ? ഒരു ഫിനിഷിംഗ് കുറവൊക്കെ ഹിറ്റ്ലെ ബീഡിനൊക്കെ 360 ഡിഗ്രി കേപ്പബിൾ ആയ ഒരു പ്ലെയർ ആണ്. കേൾക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. അപ്പൊ പുള്ളിക്കാരന്റെ ആ ഫിനിഷിംഗ് അത് ബാധിക്കുന്നില്ല? ഇപ്പൊ കഴിഞ്ഞ കളി ഡക്കായിരുന്നു. അതെ, തീർച്ചയായും LSGനെ ബാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു നിറമങ്ങിയ ഫോം LSGന് ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാനാണ്, നല്ല ബാറ്റിംഗ് സ്കില്ലുണ്ട്. അദ്ദേഹം നല്ലൊരു കളി പ്രകടിപ്പിച്ചാൽ നല്ലൊരു സ്കോർ എത്തിക്കാം. അതാണ് ഇക്കളി നന്നായി കളിച്ചാൽ നല്ലൊരു ഡോറ ബുച്ചിൽ പറയുന്ന പോലെ ശ്രമിച്ചാൽ വിജയം നമുക്ക് അല്ലേ. അപ്പോ മോസിൻ ഖാൻ ബൗളർ അറിയാലോ, ലെഫ്റ്റ് ആം. അറിയാത്തവരിപ്പോ ഈ IPL കാണുന്ന മിക്കവർക്കും, ഈ IPL അല്ല ഇതിനു മുമ്പേ അറിയാം. ഈ IPL ആണ് ഇത്തിരി പേര് കേട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുണ്ടായിരുന്നു നമുക്ക് പിന്നെ പുള്ളിക്കാരന്റെ പെർഫോമൻസ്. മുംബൈ ഇന്ത്യൻസിന് വരുന്ന ആരും ഒരു മോശം, മുംബൈ ഇന്ത്യൻസ് മാത്രമല്ല ചില വലിയ ഇപ്പൊ നല്ല നല്ല കോച്ചസ്, ഇപ്പൊ RCB മൈക്ക് ഹെസനെ പോലെ, CSK സ്റ്റീഫൻ ബ്രാവിനെ പോലെ, KKR ഗ്രണ്ടർ, അത്രയും നല്ലൊരു കോച്ചിന്റെ അടുത്തുനിന്ന് വരുമ്പോൾ എന്തായാലും അതിലൊരു ക്വാളിറ്റി കാണിക്കാണ്ടിരിക്കുക. എസ്പെഷ്യലി മഹേല ജയവർദ്ധനെ 100 ലീഗിലും എന്താണ് കൗണ്ടി ചാമ്പ്യൻഷിപ്പിലൊക്കെ ഒരു കോച്ചായിരുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി അദ്ദേഹത്തിനുണ്ട്. പിന്നെ മൊഹസിൻ ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ രഞ്ജി ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി വളരെ മികച്ച ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ലൊരു ടോളസ്റ്റ് ഹൈറ്റുള്ള ബോളറാണ്. പിന്നെ എന്താ പറയാ, നല്ല പേസ് കീപ്പ് ചെയ്യുന്നുണ്ട്, ലെങ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ പരിഗണിക്കുമെന്ന് സെലക്ടേഴ്സ് പറഞ്ഞതാണ്. അതിപ്പോ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്ട് അതൊരു വളരെ വലിയൊരു കാര്യമല്ലേ. ഈ ഷമീരെ പോലെയുള്ള ഒരു സ്പീഡി ബൗളർ ഉള്ളപ്പോ ഇതേപോലെ സ്വിങ് ചെയ്യാനും കൂടെ, ഷമീരയ്ക്ക് മൂവ്മെന്റ് ഇല്ല എന്നല്ല പറയുന്നത്, ഷമീരയ്ക്ക് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ മോസിൻ ഖാനെ പോലെ ഒരു ബൗളർ ഉണ്ടാകുമ്പോൾ അവരുടെ ബോളിംഗ് ഇത്രയും കൂടെ മൂർച്ച കൂടിയിട്ടല്ലേ ഉള്ളൂ. അതെ, 5 ടൈം ചാമ്പ്യൻസ് ആയിരുന്ന മുംബൈ ഇന്ത്യൻസ് വരുമ്പോഴൊക്കെ ഇതൊക്കെ കാണാവുന്നതാണ്. അത് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടോ ആശ്ചര്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. ഞാൻ മുംബൈയെ പൊക്കി പറയാനല്ല പറഞ്ഞത്, ഞാൻ മോസിൻ ഖാന്റെ പ്രകടനത്തെ വിലയിരുത്താനാണ്. ഞാൻ പറയട്ടെ, അപ്പൊ അത്രയും നല്ലൊരു ടീമിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഷമീര ചെലുത്തതിൽ എക്സ്പെൻസീവ് ആകുന്നത് അണ്ടർ ദ പമ്പ് എന്നൊക്കെ പറയാം. അത്രയും അടിവാങ്ങിണ്ട് 2 ഓവർ 30 റൺസ് ഒക്കെ ഒരു കളി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ തവണ ഓരോരുത്തരായിരിക്കും ടോപ്പ് പെർഫോമൻസ്. അപ്പോ അതിനെ ഷമീര താഴുമ്പോൾ മോസിൻ പൊങ്ങുക. നമ്മൾ മുംബൈയുടെ കാര്യം പറയുമ്പോൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. കാരണം അത് ക്വാളിറ്റി ടീം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അതിലൊരു യാതൊരുവിധ സംശയവും ആർക്കുമില്ല. നമ്മൾ എതിർ ടീമുകളാണെങ്കിലും മറ്റു ടീമുകളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു തരത്തിലാണ്. അവരുടെ ക്വാളിറ്റി ഒന്നും പറഞ്ഞാൽ ഇതാവില്ല. അപ്പൊ നമുക്ക് ഇനി കുറച്ച് മാച്ചപ്സിലേക്ക് വരാം. ഇൻട്രസ്റ്റിംഗ് മാച്ചപ്സിലേക്ക് വരാം. അതിൽ എനിക്ക് ആദ്യം ഡീകോക്കും ടീം സൗദിയും തമ്മിലൊരു മാച്ചപ്പാണ്. താങ്കൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമോ? അതെ, തീർച്ചയായും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ സൗദി പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിനെ അടിപൊളി പേസ് ബോളറാണ്. ഡീകോക്ക് പറയേണ്ട കാര്യമില്ല, അടിപൊളി ഓപ്പണിംഗ്. അതെ, ഈ സ്റ്റേഡിയത്തിൽ നമ്മള് അതെ അദ്ദേഹത്തിന്റെ നല്ലൊരു സ്കോർ അടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നല്ലൊരു മാച്ചപ്പ് ആയിരിക്കും. അതെ, ഇനി എനിക്ക്
സ്റ്റോയിനസും നരയനും തമ്മിലൊരു മാച്ച്. സ്റ്റോയിനസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞില്ല ഈ ചർച്ചയിൽ. പക്ഷെ സ്റ്റോയിനസിന്റെ കുറച്ച് കാലം മുമ്പ് വരെയുള്ള ഫോം, ഡൽഹിയിലൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഉള്ള ഫോം ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ എല്ലാ കളിയിലും അത് പ്രകടമാകുന്നില്ല. പക്ഷെ നരയനും സ്റ്റോയിനസും തമ്മിലുള്ള കമ്പയർസൺ വെക്കുകയാണെങ്കിൽ സ്റ്റോയിനിസിനെ ഉപയോഗിക്കേണ്ട അവിടുത്തെ ഉപയോഗിക്കുന്നില്ല. അതാണ് LSG കുഴപ്പം. ഇപ്പൊ സ്റ്റോയിനിസ് ഇപ്പൊ ഒരു അഞ്ചാമനായിട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ അവർക്ക് ആ 200 സ്കോർ താണ്ടാകായിരുന്നു. ആ സമയത്ത് അവിടെ കൃണാൽ പാണ്ഡ്യ കയറ്റുകയും, അതൊക്കെ ഒരു കൃണാൽ പാണ്ഡ്യ സ്ലോ സ്ട്രാക്കറാണ്. അയാളെ കൊണ്ട് നേരെ പോയിട്ട് 6 അടിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല. അത് ഫിനിഷേഴ്സിന് മാത്രമേ അതിനുള്ള കഴിവുണ്ട്. അതാണ് ഓപ്പണറെ കൊണ്ടുപോയിട്ട് വെങ്കിടേഷ് അയ്യറിനെ ഇന്ത്യൻ ടീമിൽ എന്താ കാണിച്ചു, ഓപ്പണറെ കൊണ്ടുപോയിട്ട് 6ാം സ്ഥാനത്തിട്ട് എന്ത് നടക്കും? അപ്പൊ അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ മാച്ചപ്പിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോയിനിസും നരയും വൺ ഓഫ് ദ മെജീഷ്യൻ, അങ്ങനെ പറയാം. മെയ്ഡൻ ഓവർ ഇൻ CPL. 6 ബോളില് 1 റൺ പോലും കൊടുക്കാൻ, അതും സൂപ്പർ ഓവറാണ്. 3 തവണ ആക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതെ, പറ്റിക്കാമെന്ന് ശ്രമിച്ചെങ്കിൽ അങ്ങനെയൊന്നും നടന്നില്ല. എന്താ ചെയ്യാം? ബട്ട് ഹിസ് ബോളിംഗ് ഈസ് സ്റ്റിൽ വെരി ഇംപ്രസീവ്. ഏത് രീതിയിൽ വേണമെങ്കിൽ. അപ്പൊ ഒരു നല്ല മാച്ചപ്പ് ആണ് ഇവിടെ കാണുന്നത്. കാരണം സ്റ്റോയിനിസ് പിന്നിലും വീക്കാണ്. അധികം നരയാണെങ്കിൽ കറക്റ്റ് അക്യുറേറ്റ് ലെങ്ത്, ക്യാരം ബോൾ, ഫ്ലിക്കർ, അങ്ങനത്തെ കുറെ ടൈപ്സ് ഓഫ് വേരിയേഷൻസ് ഹി ക്യാൻ പ്രൊഡ്യൂസ്. നമ്മള് മറ്റ് സ്പിന്നേഴ്സിനെ പറയുന്ന പോലെയല്ല, കുറച്ചൊരു സ്പിന്നേഴ്സ് ഉണ്ട്. അവർക്ക് ബോൾ മാത്രമല്ല തിരിക്കാനുള്ളത്, അവർക്ക് മാച്ചും തിരിക്കാനുള്ളത്. അതെ അതെ, തീർച്ചയായും. അതുപോലെ ഈ നരയൻ, അശ്വിൻ, ചഹൽ അവരെ പോലെയുള്ള താരങ്ങൾക്ക് കഴിയുന്നതാണ്. അവർക്ക് മാച്ച് വേണമെങ്കിൽ തിരിക്കാം, ബോൾ മാത്രമല്ല. അപ്പോ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കണമെങ്കിൽ രാഹുലും ഉമേഷ് യാദവും തമ്മിൽ. KL രാഹുലിന്റെ ഫോം പറയാതെ വയ്യ. നമ്മളത് പറയാത്തതാണ്, അത് ആർക്കും അറിയാത്ത കാര്യമല്ല. KL രാഹുലും കഴിഞ്ഞ കൊല്ലം തൊട്ട് തുടങ്ങിയ സ്ട്രീക്കാണ് അത്. 2 സെഞ്ചുറി. അതെ, അദ്ദേഹം ഭയങ്കര നല്ല ഫോമിലാണ് ഇപ്പോഴും തുടങ്ങുന്നത്. അപ്പോ ഉമേഷ് യാദവും നമ്മൾ സൂചിപ്പിച്ച പോലെ ചെന്നൈയിൽ നിന്നൊരു നല്ല പെർഫോമൻസിലേക്ക് എത്തി. ഇപ്പോ KL രാഹുലിന്റെ ആദ്യത്തെ 6 ഓവറിൽ ഔട്ടാക്കാൻ പറ്റിയാൽ അതൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവര് തമ്മിലുള്ള മാച്ച് അങ്ങനെ നോക്കില്ലേ, അയ്യർ അതിന് ശ്രമിക്കില്ലേ, മാക്സിമം ഉമേഷിനെ തന്നെ പവർ പ്ലേയിലൊന്ന്. ഇപ്പോൾ എന്താണ് ESPN ക്രിക്ക് ഇൻഫോ സൂചിപ്പിച്ച പോലെ ഉമേഷ് ഇഞ്ചുറിയുടെ ഒരു അപ്ഡേറ്റിലാണ്. കാരണം ഹാംസ്ട്രിങ് പുള്ളിയിലുണ്ടാ പറയുന്നത്. മാറി എന്ന് പറയുന്നു. നമുക്ക് മാച്ച് നമ്മൾ മാറി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളത് സ്ക്വാഡിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയത്, 11ലേക്ക് ഉൾപ്പെടുത്തിയത്. മാത്രമല്ല അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് മാച്ചപ്പാണ്. കാരണം ട്രെന്റ് ബോൾട്ട് ഇൻ സ്വിംഗ് ചെയ്തു. നിങ്ങൾ ആ മാച്ചസ് RR വേഴ്സസ് LAG മാച്ച് നമ്പർ 59 അറിയില്ല, സോറി. അപ്പോ അത് നല്ലൊരു മാച്ചപ്പാണ്. കാരണം രാഹുൽ ഈസ് വീക്ക് ഓൺ ഇൻ സ്വിംഗിങ് ബോൾ. അത് നമ്മൾ കുറെ മാച്ചസിൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രദ്ധിച്ചായിരുന്നു. ഷഹീൻ ഷാ 145 കിലോമീറ്റർ വിത്ത് സ്വിംഗിങ് ഇൻ ലൈൻ. അത് എനിക്ക് തോന്നുന്നു രാഹുൽ അത് കണ്ടിട്ട് ആ ബോൾ ഒരു അത്ഭുതത്തോടെ നിൽക്കുന്നത് നമ്മൾ പ്ലേ ചെയ്യുമ്പോ ടോപ്പ് ഓപ്പണേഴ്സ് KL രാഹുലും രോഹിത് ശർമ്മയും ചെയ്ത ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബോൾ വരുന്നതിന് മുമ്പ് തന്നെ ഷോട്ട് പ്ലാൻ ചെയ്തു. അതായത് ഇപ്പൊ കാല് മിഡ് ഓഫ് റീജിയനിലേക്ക് പ്ലേസ് ചെയ്തു. അതായത് ഇങ്ങനെ പ്ലേസ് ചെയ്തു. ബോൾ വരുന്ന ഇൻസ്വിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ബാറ്റിന്റെയും പാഡിന്റെയും ഇടയിൽ കൂടെ ഉള്ളിൽ പോയി. അതൊരു വലിയൊരു, അത് നമ്മൾ KL രാഹുലിന്റെ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി പുള്ളിക്കാരൻ ചെയ്തില്ല, ബോൾ കണ്ടത് പോലും ഇല്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ മാച്ചൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിക്കും. ആരാധകർ മറക്കാൻ ശ്രമിക്കുന്ന മാച്ചും മറക്കാൻ ശ്രമിക്കുന്ന ഒരു ടൂർണമെന്റും ആണത്. അപ്പൊ നമുക്ക് ബാക്ക് ഈ മാച്ചിലേക്ക് വരാം. അപ്പോ അതൊരു നല്ല മാച്ചപ്പാണ് അല്ലെ. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് നോക്കുകയാണെങ്കിൽ രവി ബിഷ്ണോയും ശ്രേയസ് അയ്യരും തമ്മിലുള്ള മാച്ചപ്പാണ്. നമുക്കറിയാം ശ്രേയസ് അയ്യറിനെ 6 ഹിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ചെറുതൊന്നും അല്ല. അത് നമ്മൾ കുറെ ടൂർണമെന്റിൽ കണ്ടതുമാണ് അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് എബിലിറ്റി തെളിയിച്ചതും. അതെ. അപ്പൊ ഇതേപോലെ ലെഗി അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല ബിഷ്ണോയി എറിയാറ്. നല്ല ടെക്നിക്കലായി കളിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോ അതേപോലത്തെ ഒരു ലെഗി അയ്യരുമായി വരുമ്പോ എങ്ങനെയായിരിക്കും അത്? അയ്യർ ഈ വർഷത്തെ IPL 7 തവണയാണ് ലെഗ് സ്പിന്നേഴ്സിന് ഔട്ടായത്. നല്ലൊരു ഇൻവെൻഷൻ ആണ്. വനിന്ദു അസരംഗ, പിന്നെ വരുൺ ചക്രവർത്തി ലെഗ് സ്പിൻ ആണെന്ന് അറിയാമല്ലോ. ലെഗ് സ്പിൻ ആണ്. അപ്പോൾ ആ ലെഗ് സ്പിന്നേഴ്സിനോട് അവർ കൂടുതൽ ശ്രമിക്കുന്നത് ലെഗിലേക്കുള്ള ഗൂഗ്ലീസ് ആണ്. അപ്പോൾ അദ്ദേഹം ഫ്രണ്ട് ഫുട്ട് കളിക്കുകയും അത് സ്മാഷ് ചെയ്യാൻ നോക്കുമ്പോൾ അത് എന്താ പറയാ നേരെ ബാറ്റിന്റെ എഡ്ജിലാണ് കൊള്ളുന്നത്. അപ്പൊ കൂടുതലും ലോങ് ഓൺ റേഞ്ചിലേക്കാണ് പോകുന്നത്.
അപ്പൊ അയ്യർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്പിന്നിനെ ഡിഫെൻഡ് ചെയ്ത് സിംഗിൾസോ ഡബിൾസോ എടുത്ത് കൺവേർട്ട് ചെയ്ത് Maximum ശ്രദ്ധിക്കേണ്ടത്. പിച്ചിനെ അറിഞ്ഞ് ബൗളർ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പിന്നെ രവി ബുഷ്നോയി പോലെയുള്ള എത്രയും നല്ലൊരു യങ്സ്റ്റർ ഇതുവരെ കണ്ടില്ല. വെരി ഗുഡ് ലെഗ് ബ്രേക്കും ഗൂഗിളി എല്ലാ ട്രിക്സും അദ്ദേഹത്തിന്റെ കഴിയും. ചിലപ്പോ അനിൽ കുംബ്ലനെ അതെ. കളിച്ചതിന്റെ ഒരു ബലമായിരിക്കാം. അനിൽ കുംബ്ലയെ കുറിച്ച് അറിയാത്തവരാരും ഇപ്പൊ ക്രിക്കറ്റ് കാണുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ അറിയാത്തവരാണെങ്കിൽ അവർ ക്രിക്കറ്റ് കാണുന്നില്ല. കുംബ്ലയെ കുറിച്ച് അറിയാത്ത ആരും ഇല്ല. അപ്പം പുള്ളിക്കാരന്റെ കീഴെ കളിച്ചല്ല കോച്ചിങ്ങിന് കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കാം. തീർച്ചയായും അദ്ദേഹത്തിന് ഫീൽഡിലെ പെർഫോമൻസും കഴിഞ്ഞ അതിലെ ക്യാച്ചുകളും കഴിഞ്ഞ സീസണിലെ ക്യാച്ചുകളും നമ്മൾ കണ്ടതാണ്. ഭയങ്കര പെർഫെക്റ്റ് ക്യാച്ച് ഓഫ് ദി മാച്ച്. ദീപക് ഹൂഡയുടെ പെർഫോമൻസ് ഇറ്റ്സ് ഇംപ്രസീവ്, ക്വൈറ്റ് ഇംപ്രസീവ്. ദീപക് ഹൂഡയും കൃണാൽ പാണ്ഡ്യയും ഒരേ ടീമിൽ വന്നപ്പോൾ ആദ്യം എന്തൊക്കെയായിരുന്നു, കാരണം അവര് തമ്മിൽ വഴക്കായിരുന്നു. പിന്നീടാണ് കൃണാൽ പാണ്ഡ്യ സ്ഥാനമൊഴിയൊക്കെ ചെയ്തത്. മറ്റേ ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ജഗതി ദീപക് ഹൂഡറെ കുഞ്ഞിക്ക് പിടിച്ച് 2 റൺ കൊടുക്കുന്നത്. അപ്പൊ ദീപക് ഹൂഡ കൺസിക്യൂട്ടീവ് 350s ആണ് അടിച്ചിരിക്കുന്നത്. നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത്. മാത്രമല്ല മിഡിൽ ഓർഡർക്ക് ഉള്ള ഒരു ബലവും LSTക്ക് അത് ഇപ്പൊ നമ്മളിവിടെ പ്രോബബിൾ ലൈനപ്പ് പറഞ്ഞു കഴിഞ്ഞു. 2 ടീം KKRന്റെ ലൈനപ്പ് സ്ട്രോങ് ആണോ? LST പൊട്ടിക്കാവുന്ന വണ്ണം സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്, പക്ഷെ അതിൽ എല്ലാം ശ്രമിച്ച് കളിക്കണം. എന്നാലേ ഞാൻ പറഞ്ഞ പോലെ ശ്രമിച്ചാൽ വിജയം നമുക്ക് ഇത്രയാണ്. അവർക്ക് ജയിക്കാനുള്ള കഴിവൊക്കെ എല്ലാം ഉണ്ട്. ജയിക്കാനുള്ള ടീമാണ്, ജയിക്കാനുള്ള ടീമുണ്ട്. അതെ. അപ്പൊ അവര് എല്ലാരും നന്നായി കളിക്കണം, എന്നാലേ ആ ടീം ഒരു നല്ല സ്ട്രോങ് ആവുള്ളൂ. തന്നെ LSTയുടെ കാര്യം LSTയുടെ കാര്യമില്ലേ, KKRന്റെ പ്ലേയിങ് ലെവൻ വെച്ച് LSTയുടെ എത്രയോ സ്ട്രോങ് ആണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് അവർ പോയിന്റ് അവരെക്കാളും മുന്നേ. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഓപ്ഷന്റെ പാളിച്ചകൾ. ഇവർക്ക് റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഈ എമൗണ്ട് ഇപ്പൊ ഫിക്സഡ് എമൗണ്ട് 48 കോടിക്ക് മുന്നേ അവർക്ക് 4 പേരെ സെലക്ട് ചെയ്യാം, 3 പേരെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്താണ് KL രാഹുല്, രവി ബിഷ്ണോയും പിന്നെ സ്റ്റോയിൻ. അപ്പോ ഇത്രയും നല്ലൊരു പ്ലേയിങ് ലെവൻ ഗുജറാത്തിനും ഇവർക്ക് മാത്രം. ടോപ്പ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. ഓൾറൗണ്ടേഴ്സ് ഉണ്ട് പറഞ്ഞാൽ LSTയിൽ അത്ര വലിയ ഓൾറൗണ്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിലും സ്റ്റോയിൻസ് മാത്രമാണ്. ഹോൾഡർ ഇപ്പൊ ബാറ്റ് കൊണ്ട് വലിയ കഴിവൊന്നും കാഴ്ചവെക്കുന്നില്ല. ഹോൾഡറിനെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സൺറൈസേഴ്സിൽ കളിക്കുമ്പോൾ ചക്കവീണു മൈലിച്ചെത്തു എന്നൊക്കെ പറയാൻ എനിക്കതിൽ വിശ്വാസമില്ല. കാരണം ഹോൾഡറിനെ പോലുള്ള പ്ലെയറിനെ അങ്ങനെ താങ്കളുടെ വിശ്വാസം ആരും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. ഹോൾഡറിനെ പോലുള്ള നിങ്ങൾ പറയും, ഹോൾഡറിനെ പോലെയുള്ള പ്ലെയർ ചക്കവീണു മൈലിച്ചെത്തതാണ്. അതെ, തീർച്ചയായും അത് തന്നെ. കാരണം ഒരു ഓവറിൽ 3 6 അടിച്ചു, ശരി സമ്മതിച്ചു. അത് പിന്നത്തെ കളിയിൽ ഫസ്റ്റ് ബോൾഡ് ആക്കി, അത് 15ാമത്തെ ഓവറിൽ ഇറങ്ങിയിട്ടാണ് ഫസ്റ്റ് ബോൾ. അപ്പൊ അതൊന്നും മെല്ലെ ഡിഫെൻസ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി റൺസ് സ്കോർ ചെയ്യാമായിരുന്നു. സിറ്റുവേഷൻ അടിച്ചിട്ടല്ലേ കളിക്കുക. ഇപ്പോൾ 15 ഓവർ 65 റണ്ണേ ഏതെങ്കിലും പ്ലെയർ മുട്ടി കളിക്കാൻ 15 ഓവർ 135 റണ്ണായി മുട്ടി കളിക്കാൻ വരുന്നല്ലോ അല്ലേ? കളിക്കാൻ അല്ലാതെ ഏതെങ്കിലും ഒരു ഫിനിഷർ ഫസ്റ്റ് ബോൾ വന്നതിന് ഉടനെ 6 അടിക്കണം എന്ന് ആരും പറയില്ല. ഒരു ടീം അബദ്ധത്തിൽ നിൽക്കുമ്പോൾ കൂടുതലും സിംഗിൾസും ഡബിൾസും കൺവേർട്ട് ചെയ്ത് കളിക്കുന്നതാണ്. പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഹോൾഡറിനെ പോലുള്ള പ്ലെയർ അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി ഇത്രയും നല്ലൊരു സീനിയർ പ്ലെയറിനെ കാണിക്കുമ്പോൾ LSTക്ക് അതൊരു കുഴപ്പമാണ്. അതവര് അങ്ങനെ രീതിയിൽ ബാധിക്കുന്നില്ല. പക്ഷെ പ്ലേയിങ് ഇറ്റ്സ് ക്വൈറ്റ് സ്ട്രോങ്. അപ്പോ ഇനി കുറച്ച് വിൻ പ്രഡിക്ഷനും വാച്ച് ഔട്ട് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ വിൻ പ്രഡിക്ഷൻ ആരെയാണ് ജയിക്കും? വാച്ച് ഔട്ട് ലിസ്റ്റിൽ ആരൊക്കെ? എന്റെ ഒരു വിൻ പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ LST ജയിക്കും. കാരണം SK പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമും കൂടിയാണ്. പിന്നെ നല്ല നല്ല ബോളേഴ്സും ഉണ്ട് അവർക്ക്. ഇത് ബോളേഴ്സ് ഇന്നല്ല, ഇതിൽ നന്നായിട്ട് ആവേശ് ഖാന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഈ വീഡിയോ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോ എനിക്ക് LST ജയിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ വാച്ച് ഔട്ട് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഡിക്കോക്ക് നന്നായി കളിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. താങ്കൾ ജയിക്കും? എനിക്ക് ഇത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ LSD കളി ജയിച്ചു കഴിഞ്ഞാലും ക്വാളിഫൈ ആവില്ല. ഇപ്പോൾ നിലവിലുള്ള 3ാം സ്ഥാനത്താണ്. കാരണം തുടർച്ചയായ 2 കളി തോൽവിയോടെയാണ് LSD വന്നിരിക്കുന്നത്. KKRനാണെങ്കിൽ ഇക്കളി ജയം അനിവാര്യമാണ്, എന്നാലേ പ്ലേ ഓഫ് ചാൻസസ് സ്റ്റിൽ അലൈവ് ആക്കാൻ പറ്റും. അപ്പൊ പക്ഷെ
ഒരു 50-50 ചാൻസ് ആണ്. പിന്നെ മാത്രമല്ല ഒരു ചെറിയൊരു ചാഞ്ചാട്ടം കേൾക്കായിരിക്കാണ്, കാരണം അവർക്ക് ഇത് ജയിച്ചേ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഒരു എല്ലാവരും മാച്ച് ആണ്. മസ്റ്റ് മാച്ച് ആണ്. അപ്പൊ അത്രയും നല്ലൊരു പെർഫോമൻസ് എല്ലാവരും കാഴ്ചവെച്ചാൽ നടക്കും. ഞാൻ വാച്ച് ഔട്ട് ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ റസൽ തന്നെയാണ്. പിന്നെ ബോളേഴ്സിൽ ഉമേഷാണ് ഒരു ടീംസ്. ഞാൻ പറയുകയാണെങ്കിൽ KKR തന്നെയാണ്. കാരണം ഇത് ഒരു മസ്റ്റ് അതെ, ഗെയിമാണ്. correct. ഇതിൽ മാക്സിമം കളിക്കുക. എന്റെ ഇതിൽ എപ്പോഴും എന്നത്തെയും പോലെ റസൽ തമസൽ അതെ, മൂപ്പര് തന്നെയായിരിക്കും ഇത്തവണയും രക്ഷകൻ. അപ്പോ നിങ്ങളുടെ വാച്ച് ഔട്ട് ലിസ്റ്റിൽ ആരാണ്? നിങ്ങളുടെ വിൻ പ്രഡിക്ഷൻ, പിന്നെ ഞങ്ങൾ ഇനി വല്ലതും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തിയാൽ അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായി മാറും. അപ്പോ ഇനി അടുത്തൊരു മാച്ചിന്റെ പ്രിവ്യൂ ആയി വരുന്നതിലേക്ക് ബൈ.